ഗുരുവായൂർ നെന്മേനിയിൽ 65-കാരിയെ കിണറ്റിൽ കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തി. ചേലക്കര വില്ലടത്ത് വീട്ടിൽ സന്താനവലിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇവർക്കൊപ്പം താമസിച്ചിരുന്ന വയോധികനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, ദുരൂഹമായ ഒരു സംഭവമാണ് ഇത് എന്നുള്ളതാണ്. ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. ഈ കൂടെ താമസിച്ചിരുന്ന ആൾ ആരാണ്? ഈ കൂടെ താമസിച്ച ആൾക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ? എന്താണ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത്? ഏറെയുള്ള ഒരു സംഭവമായിട്ടാണ് പോലീസ് ഇതിനെ കണക്കാക്കുന്നത്. യുവതി, ഈ പറയുന്ന വയോധിക 65 വയസ്സുകാരിയാണ്. ചേലക്കര സ്വദേശിനിയായിട്ടുള്ള ഇവർ മരണപ്പെട്ടു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ വീട്ടിലേക്ക് എത്തുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഈ വീട്ടിലെ വാടക വീടാണ് ഗുരുവായൂർ നെന്മണിയിലെ. ഈ വീട്ടിലെ കിണറിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. തല കീഴായി കാൽഭാഗം കിണറിന് മുകളിലേക്ക് കാണത്തക്ക വിധത്തിലാണ് മൃതദേഹം കെട്ടി നിർത്തിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസ് ഇവർക്കൊപ്പം താമസിച്ചിരുന്ന ആളെ കസ്റ്റഡി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാളുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ പോലീസ് തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ ഇയാളുടെ ഈ കസ്റ്റഡിയിൽ എടുത്ത വ്യക്തിയുടെ ഒരു സുഹൃത്തിൽ നിന്നുമാണ് പോലീസിന് ഈ വിവരം ലഭിച്ചിരിക്കുന്നത്. ഈ സ്ത്രീ കൊല്ലപ്പെട്ടുവെന്നും ഇവരുടെ മാല തന്റെ പക്കലുണ്ടെന്നും അത് പങ്കുവെച്ച് അതിന്റെ പണം ഷെയർ ചെയ്യാമെന്നുള്ള നിലയിൽ ഇയാൾ വിവരം പറഞ്ഞു സുഹൃത്തിനോട്. ചേലക്കരയിൽ ഒരു ബാറിൽ മദ്യപിക്കുന്നതിനിടെയാണ് ഇക്കാര്യം പറഞ്ഞത്. സുഹൃത്ത് ഈ വിവരം പോലീസിനെ അറിയിക്കുകയും തുടർന്ന് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും വീട്ടിലെത്തി പരിശോധന നടത്തുകയുമായിരുന്നു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി വരുന്നതായാണ് ഗുരുവായൂർ പോലീസ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കൊല്ലപ്പെട്ട സ്ത്രീയുടെ മൃതദേഹം, സന്താനവലിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ദുരൂഹതകളേറെയുണ്ട്. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഈ കസ്റ്റഡിയിലെടുത്ത ആളെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വ്യക്തത വരുത്താനാകുമെന്നുള്ളതാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഈ സംഭവത്തെക്കുറിച്ച് മറ്റ് ശാസ്ത്രീയ അന്വേഷണങ്ങൾ നടത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കസ്റ്റഡിയിൽ ഉള്ള ആളെ വിശദമായി തന്നെ ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകാനും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനുമാണ് നിലവിലെ തീരുമാനം. സ്വാധീനം.